സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. പഴയനൂക്കാരൻ മജീദാണ്. ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി ആറ്റൂര് അർഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ആ വഴി വരുന്ന വഴിയിൽ സ്റ്റാൻഡിയക്കോ എന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റേഡിയം. ഇതൊരു പുതിയ വീട്, 1650 സ്ക്വയർ ഫീറ്റ്, വെള്ളം വരുന്നത് ബോർവെല്ല്, 10 സെൻറ്റ് സ്ഥലം. ഇത് വിൽക്കാനുള്ളതാണ്. ഇത് പാല് കാച്ചില്ല, പുത്തൻ വീടാണ്. കംപ്ലീറ്റ് വീഡിയോയും വിലയും കാര്യങ്ങളെല്ലാം വിളിക്കുമ്പോൾ പറയും. കംപ്ലീറ്റ് വീഡിയോ എടുക്കുന്നുണ്ട്, കാണാം. ഓക്കെ സുഹൃത്തുക്കളെ, ഇത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി, വടക്കാഞ്ചേരി ഷൊർണൂർ റൂട്ടിൽ ചെറുതുരുത്തി എത്തുന്നതിന് മുമ്പ് ആറ്റൂര് സ്റ്റോപ്പിൽ നിന്നും അറഫ സ്കൂൾ വഴിയാണ്, സ്കൂളിൻ്റെ വഴിയിലാണ് ഈ വീടുള്ളത്. ഇത് മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ഷൊർണൂർ ചെറുതുരുത്തി മെയിൻ റോഡിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ. അറഫ സ്കൂളിൻ്റെ അവിടെ നിന്നും 500 മീറ്റർ കഷ്ടിച്ചുണ്ടാവും. പുതിയൊരു സ്റ്റേഡിയം ഉണ്ട്, അതിന് തൊട്ടായിട്ടാണ് ഈ വീടുള്ളത്. ഇത് വെട്ടുകല്ലിൽ നിർമ്മിച്ച വീടാണ്. 1650 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ചുറ്റളവ്. ഇതിൽ 3 ബെഡ്റൂം, 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയ ബെഡ്റൂമുകളാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയ പുതിയ വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, യൂട്യൂബിലും പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ മൊത്തം വരുന്നത് 10 സെൻറ്റ് സ്ഥലവും 1650 സ്ക്വയർ ഫീറ്റും എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ബസ് റൂട്ട് ഷൊർണൂർ ടു ചെറുതുരുത്തി മെയിൻ റോഡിൽ നിന്നും വരുന്നത് 1 കിലോമീറ്റർ കഷ്ടിച്ചാണ് വരുന്നത്. ഇത് 2 സൈഡിൽ നിന്നും ഏത് ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ സ്ഥലം കൂടിയാണ്. ചേലക്കര ആ വഴി വരുമ്പോൾ ആറ്റൂര് ആ ഭാഗത്തു നിന്നും വരാം, ഇതേ വരുമ്പോൾ ഇവിടെ നിന്നും വരാം. അപ്പോൾ 3-4 വഴികൾ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്തു നിന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ 5 കിലോമീറ്ററേ കഷ്ടിച്ചുണ്ടാവുള്ളൂ. അപ്പോൾ ചെറുതുരുത്തി ടൗണിലേക്ക് ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും. അങ്ങനെ വടക്കാഞ്ചേരി ടൗണിലേക്കും ഇതേമാതിരി ഒരു 5 കിലോമീറ്റർ കഷ്ടിച്ചുണ്ടാവും. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തുനിന്നോ എല്ലാ ഭാഗത്തുനിന്നും എല്ലാ ആളുകളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും, സ്കൂളായിക്കോട്ടെ, മദ്രസ ആയിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, അമ്പലമായിക്കോട്ടെ, എല്ലാ സൗകര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്. അപ്പോൾ വെള്ളം വരുന്നത് ഒന്നും കൂടി പറയുന്നു, ബോർവെല്ലുണ്ട്, പൈപ്പ് കണക്ഷനുണ്ട്. ഇത് പുതിയ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്ലോട്ട് കഴിഞ്ഞാൽ അടുത്തതാണ് പുതിയ സ്റ്റേഡിയവും മെയിൻ റോഡും. അപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനങ്ങളും ഈ വീടിൻ്റെ മുറ്റത്തെത്തും. കംപ്ലീറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണുക. പിന്നെ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ കേരളത്തിൽ എവിടെ ആയാലും വിളിച്ചോളൂ, വന്ന് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾ ആ വീഡിയോ വരുന്ന ചിലവ് മാത്രമാണ് നമ്മൾ ഫസ്റ്റ് ഈടാക്കുക. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഒക്കെ പ്രൊമോഷനാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വീഡിയോയും ക്യാഷ് കെട്ടിയിട്ടാണ് പ്രൊമോഷൻ ചെയ്തു തരുന്നത്. ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 2-3 സ്ഥലത്തായിട്ട് സ്റ്റേജായിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ 90% എന്ന് പറഞ്ഞാൽ സെയിലാവും. നമ്മൾ ചെയ്ത വീഡിയോയിലൊക്കെ എന്ന് പറഞ്ഞാൽ 90% സെയിലായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പേപ്പർ വർക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ വെല്ലയുടെ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് കച്ചവടമാകാണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ കേരളത്തിൽ എവിടെയാണെങ്കിലും വിളിച്ചോളൂ, വന്ന് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ കാണുക. നല്ല വീടാണ്, വെട്ടുകല്ലിൽ നിർമ്മിച്ച വീട്. ഇത് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, പക്ഷേ സാഹചര്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ ടീം തൃശ്ശൂരാണ്. അപ്പോൾ ആളുള്ളത് ഗൾഫിലുമാണ്. അപ്പോൾ സാഹചര്യം കൊണ്ട് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഇതിൽ നിന്ന് മാറി തൃശ്ശൂർ സെറ്റിലാകാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പരമാവധി ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ മേലെ എഴുതും. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കാണുക. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.